അടുത്ത പേജിൽ അക്ഷരങ്ങൾ ഏറെയായിരുന്നു. ഇന്ന് അവരെന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഡോക്ടർ ആൻറ്റി ഒരുപാട് സംസാരിച്ചു എന്നോട്. ഞാൻ പക്ഷേ അച്ഛനും അമ്മയും തല്ലിയതും എൻ്റെ സങ്കടവുമൊക്കെ മറച്ചു വെച്ചു. പകരം കുഞ്ഞി എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാണ് ആഗ്രഹമെന്നും പറഞ്ഞു. കുഞ്ഞി വളരുമ്പോൾ എന്നെ സഹതാപത്തോടെ നോക്കുന്നതും എൻ്റെ പേരിൽ അവളെ മറ്റുള്ളവർ കളിയാക്കുന്നതും ഒന്നും എനിക്ക് ചിന്തിക്കാൻ വയ്യ. പാവം കുഞ്ഞി. അവൾക്ക് ഒന്നരക്കാലം ചേട്ടനെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകാൻ? പിന്നെയുള്ള പേജുകൾ ശൂന്യം. പക്ഷേ വായിച്ചത് വെച്ച് വിലയിരുത്തുമ്പോൾ ശരീരത്തിലെ അപാകത കുഞ്ഞു വസുവിൻ്റെ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇരുന്നതുപോലെ തിരികെ വെച്ചു. അല്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം ഭീകരമായിരിക്കുമെന്ന് എനിക്കറിയാം. മുറിയാകെ അടിച്ചു വാരി അടുക്കിപ്പറക്കി വെച്ചപ്പോഴേക്കും തുടങ്ങി തുമ്മൽ. അപ്പോഴേക്കും ദേവൂട്ടി ചായയുമായി വന്നു. പിന്നെ തൊടിയിലും പറമ്പിലും അവളുടെ ഒപ്പം കുറച്ചു നേരം ചിലവഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ കഥാനായകൻ്റെ വണ്ടി എത്തി. ഞങ്ങളെ രണ്ടുപേരെയും മൈൻഡ് ചെയ്യാതെ കയറി അകത്തേക്ക് പോയി. എൻ്റെ കഷ്ടകാലത്തിന് അപ്പോൾ ഒരു തുമ്മലും വന്നു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ അയാളൊന്ന് ഞെട്ടി. പിന്നെ ചവിട്ടിത്തുള്ളി അകത്തേക്ക് നടന്നു. ഞാനും പിന്നാലെ തുള്ളിച്ചാടി ചെന്നു. എന്തെങ്കിലുമൊക്കെ കയ്യോടെ വാങ്ങാമല്ലോ. മുറിയിലേക്ക് കയറിയ അയാളൊന്ന് പകച്ചു. പിന്നെ ചെകുത്താൻ കുരിശ് കണ്ട പോലെ അലറി, വാസുകി! അന്ന് ആദ്യമായി ആ നാവിൽ എൻ്റെ നാമം വിളങ്ങി. അത് കേട്ട് ഞാനും ഒരംഗത്തിന് തയ്യാറായി നിന്നു. എന്താ? തൽക്കാലം കുഞ്ഞു വസുവിൻ്റെ മുഖം ഓർത്തു വികാരധീരയായി നിന്നാൽ എൻ്റെ പല്ലും നഖവും പോലും ബാക്കി വെക്കില്ല വസുദേവ്. എന്തിനാ അലറുന്നത്? നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? കലിപ്പാണ്. ഞാൻ എന്ത് കാണിച്ചു? എൻ്റെ മുഖത്ത് നിഷ്കളങ്കത. നീ എൻ്റെ പുസ്തകങ്ങൾ തൊട്ടത്, എൻ്റെ മുറി അടിച്ചു വാരിയത്, എല്ലാം അലങ്കോലമാക്കി നീ. ദേഷ്യം കൊണ്ട് കണ്ണുകൾ തുറിച്ചു. തറയിൽ പൊടിയില്ല, മുറിയിൽ മാറാലയില്ല. എല്ലാം വെക്കേണ്ട സ്ഥാനത്ത് കൃത്യമായി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുന്നതിന് അലങ്കോലം എന്നാണോ ഇന്നാട്ടിൽ പറയുന്നത്? അതെ, എൻ്റെ മുറി എങ്ങനെ കിടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആയിക്കോട്ടെ. എനിക്കൊരു യുദ്ധത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. രാത്രി ആഹാരമെടുക്കാൻ ചെന്നപ്പോൾ അടുക്കളയിൽ അമ്മയോട് എന്തോ പറയുകയാണ് കെട്ടിയോൻ. നാളെ വിരുന്നിന് ചെല്ലാൻ വീട്ടിൽ നിന്ന് ക്ഷണിച്ചിരുന്നു. നമ്മുടെ കഥാനായകനെ തന്നെ വിളിച്ചാണ് അച്ഛൻ ക്ഷണിച്ചത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയാണ്. ഒഴിവാക്കാൻ ഒരുപാട് നോക്കി. പക്ഷേ അമ്മ നിർബന്ധമായും പോകണമെന്ന് വാശി പിടിച്ചതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ കുഞ്ഞു വസുവിൻ്റെ ചിന്തകളെപ്പറ്റി ഭയം ഉണർന്നു. കാലിൻ്റെ അപാകതയെപ്പറ്റി വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പാത്രം കഴുകുമ്പോൾ അമ്മ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും തുണിയെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയാലുള്ള അവസ്ഥയായിരുന്നു എൻ്റെ ചിന്തയിൽ നിറയെ. ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും പുലർച്ചെ എഴുന്നേറ്റ് അടുക്കളയിൽ പ്രാതലൊരുക്കി. അദ്ദേഹം രാവിലെ എവിടെയോ പോയിരിക്കുന്നു. എവിടേക്കെന്ന് ചോദിച്ചപ്പോൾ അമ്മയും കൈമലർത്തി. ഉച്ചയോടെ വീട്ടിലെത്താമെന്ന് അച്ഛന് വാക്കുകൊടുത്തതാണ്. ഈ യാത്ര ഒഴിവാക്കാൻ അദ്ദേഹം മനഃപൂർവ്വം പോയതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ചിന്തിച്ച് അല്പസമയം മുറ്റത്ത് തന്നെ നിന്നു. അപ്പോൾ ദാ വരുന്നു കെട്ടിയോൻ്റെ വാഹനം. കാർ മുറ്റത്തേക്ക് കയറി കയ്യിൽ നിറയെ കവറുമായി മനു. ഒപ്പം അദ്ദേഹവും ഇറങ്ങി. വാസുകിയുടെ വീട്ടിൽ വിരുന്ന് പോവുകയാണ് അല്ലേ? മനു എന്നെ നോക്കി പുഞ്ചിരിച്ചു. അതെ, ഞാനും പുഞ്ചിരിച്ചു. കയ്യിലിരുന്ന കവറുകൾ മനു അദ്ദേഹത്തെ ഏൽപ്പിച്ചു. മനു യാത്ര പറഞ്ഞു പോയ ശേഷം വസു അകത്തേക്ക് കയറി. പിന്നാലെ ഞാനും. പോകാൻ തയ്യാറാവുന്നില്ലേ നീ? എന്നെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് മുറിയിലേക്ക് കയറി. 2 കവറുകൾ കട്ടിന് മുകളിൽ വെച്ച ശേഷം ബാക്കി കവറുകളുമായി പുറത്തേക്ക് പോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വസുവിനെ അവരെങ്ങനെ സ്വീകരിക്കുമെന്ന് ആലോചിച്ച് എനിക്കാകെ പരിഭ്രാന്തി തോന്നി. തളർച്ചയോടെ ഞാൻ കട്ടിലിരുന്നു. വാസുകി, നിനക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ലേ? എൻ്റെ ഇരിപ്പ് കണ്ടുവന്ന വസുവിൻ്റെ സ്വരം ഉയർന്നു. ഞാൻ എഴുന്നേറ്റ്. എൻ്റെ മുഖം അദ്ദേഹവും ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഒന്നും പറഞ്ഞില്ല. ദാ, ഇത് നിനക്കുള്ളതാണ്. മനുവിൻ്റെ സെലക്ഷനാണ്. എനിക്ക് നേരെ നീട്ടിയ കവറിലേക്ക് ആർത്തിയോടെ നോക്കിയ എൻ്റെ കണ്ണുകൾ മനുവിൻ്റെ പേര് കേട്ടപ്പോൾ നീറിപ്പുകഞ്ഞു. ആദ്യമായി ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രം ഒരു അന്യപുരുഷൻ്റെ ഇഷ്ടത്തിനാണ് തിരഞ്ഞെടുത്തത് എന്ന് കേട്ടപ്പോൾ എങ്കിൽ വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ തോന്നി. നീ ഇത് ധരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്തുകൊണ്ടോ ആ വാക്കുകൾ എനിക്ക് ആശ്വാസമായി തോന്നി. ഞാനത് തുറന്നുപോലും നോക്കാതെ ഭദ്രമായി അലമാരയിൽ വെച്ചു. കല്യാണത്തിന് അദ്ദേഹം തന്ന സെറ്റ് സാരി ധരിച്ചു. ഒരുക്കമെല്ലാം കഴിഞ്ഞ് ദേവൂട്ടിയെ കാണാൻ ചെന്നപ്പോൾ എനിക്കായി മുറ്റത്തെ മുല്ലയിൽ നിന്നും പറിച്ച പൂവുകൾ മാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ.
വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് മുടിയിൽ വെച്ച് തന്നു. ഞാൻ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. ചേച്ചിയമ്മ ഇന്ന് വരുമോ? അവളുടെ സ്വരത്തിൽ സങ്കടം. ഇല്ല ദേവൂട്ടാ, ചേച്ചിയമ്മ 2 ദിവസം കഴിയും. ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു. യാത്രയാക്കാൻ അച്ഛനും അമ്മയും മുറ്റത്തേക്കിറങ്ങി വന്നു. മോളെ, അവൻ ആദ്യമായാണ് മറ്റൊരു വീട്ടിൽ പോകുന്നത്. അവൻ്റെ സ്വഭാവം കൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. നമ്മുടെ വീടല്ല, വസുവിനെ നമുക്ക് മനസ്സിലാകും. അതുപോലെ അവിടെയുള്ളവരും മനസ്സിലാക്കണമെന്നില്ല. മോളെയെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യണം. അവൻ്റെ കൂടെ ഉണ്ടാകണം. അമ്മയുടെ കണ്ണുകൾ തുളുമ്പി. ബാനു, അവരൊരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണോ നിന്റെ കരച്ചിൽ? അവളെന്താ കൊച്ചുകുട്ടിയാണോ? അച്ഛൻ ശ്വാസനയോടെ അമ്മയെ നോക്കി. മോളിതൊന്നും ഓർക്കണ്ട. അവനെ അറിഞ്ഞ് പെരുമാറാൻ നിനക്ക് സാധിക്കുമെന്ന് അച്ഛന് ഉറപ്പുണ്ട്. വസു ദേഷ്യത്തോടെ ഹോൺ അടിച്ചു. ദാ, ദേഷ്യം പിടിപ്പിക്കണ്ട, മോള് വേഗം ചെല്ലേ. അമ്മ കണ്ണു തുടച്ച് പുഞ്ചിരിച്ചു. ഞാൻ അമ്മയുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ച ശേഷം കാറിൻ്റെ അരികിലേക്ക് നടന്നു. കാറ് മുന്നോട്ടെടുത്തു. എൻ്റെ ഉള്ളിൽ ഒരു വെപ്രാളം ഉരുണ്ട് കയറി. കുത്തുവാക്കുകളും ക്രൂരമായ പരിഹാസങ്ങളും മാത്രം. നാവിൻ തുമ്പിലുള്ള അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും മുന്നിലേക്കാണ് വസുവിനെയും കൊണ്ട് ചെല്ലാൻ പോകുന്നത്. ഇനി എന്തെന്നറിയാതെ ഞാൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. കാറ് ഒരു കുലുക്കത്തോടെ നിന്നപ്പോഴാണ് വീടെത്തിയെന്ന ബോധമുണ്ടായത്. ഒരിക്കൽ ഈ വീടിൻ്റെ എല്ലാം ആയിരുന്നവൾ ഇന്ന് ഒരു അതിഥിയായി പടി കയറി ചെല്ലുന്നു. വസുന്ധരയുടെയും രവീന്ദ്രൻ്റെയും മകൾ വാസുകി രവീന്ദ്രൻ ഇന്ന് വാസുകി വസുദേവനായി പ്രവേശനാനുമതി കാത്തു നിൽക്കുന്നു. ജീവിതത്തിൻ്റെ മാന്ത്രികത എന്നിൽ പുഞ്ചിരി നിറച്ചു. കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പട തന്നെ ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ. ഞാൻ വസുവിനെ ഭീതിയോടെ നോക്കി. ആൾക്കൊരു കൂസലുമില്ലാതെ പുറത്തിറങ്ങി നടന്നു പോകുന്നത് കണ്ട് ഞാൻ ഞെട്ടി. കുഞ്ഞു വസുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലോർത്ത് ഈ ചെകുത്താനെ സ്നേഹിച്ച മാലാഖയായ എന്നെ തന്നെ ഞാൻ വിമർശിച്ചു. അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആ കണ്ണിൽ കുറ്റബോധം, അച്ഛൻ്റെ കണ്ണിൽ നീർത്തിളക്കം. അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ, നീ എന്താ കൊച്ചുകുട്ടിയാണോ വാസുകി? അമ്മായിയാണ് കുസുമം, മുഖം നിറയെ പരിഹാസം. അല്ല, വളർന്നു. അമ്മായി അറിഞ്ഞില്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ പുഞ്ചിരിച്ചു. അമ്മായിയുടെ മുഖം ഇരുണ്ടു. 1.25 ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്. നല്ല ജോലിയും ചുറ്റുപാടും ഉണ്ടല്ലോ, ഉറപ്പിച്ചോളാൻ. അവർ കിട്ടിയ അവസരം വിനിയോഗിച്ചു. അതിലെനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് അമ്മായി. സന്തോഷമുള്ള കുടുംബം, സ്നേഹമുള്ള ഭർത്താവ്, എല്ലാം അമ്മായിയുടെ നാക്കിൻ്റെ പുണ്യം. അല്ലെങ്കിൽ ഹേമയെപ്പോലെ ഞാനും ഭർത്താവിൻ്റെ വീട്ടിൽ നരകിക്കുമായിരുന്നു. അമ്മായിയുടെ മൂത്ത മകൾ ഹേമ എന്നും ഭർത്താവും വീട്ടുകാരുമായി വഴക്കുണ്ടാക്കി നിൽപ്പാണ്. മൂർദാവിൽ മൂർഖൻ കൊത്തിയ പോലെ എന്നെയൊന്ന് നോക്കി അവർ അകത്തേക്ക് പാഞ്ഞോടി. വേണ്ടായിരുന്നു മോളെ, അച്ഛൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അച്ഛാ, അവർ 1.25 എന്ന് വിളിച്ചാക്ഷേപിച്ചത് എൻ്റെ ഭർത്താവിനെയാണ്. അച്ഛന് ക്ഷമിക്കണം. ഞാൻ കൂടെയുള്ള ഏതവസരത്തിലും എൻ്റെ ഭർത്താവിനെ അപമാനിച്ച ഞാൻ പ്രതികരിക്കും, അത് ആരായാലും. അവസാനത്തെ വാക്കിൽ മുഖം കുനിച്ചത് അമ്മയാണ്. അമ്മാവന്മാരോടുള്ള കൂറ്. ഞാൻ അകത്തേക്ക് ചെന്നു. അദ്ദേഹം അമ്മാവന്മാരുമായി സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ മുറിയിൽ കയറി വാതിൽ ചാരി. ഏറെ സന്തോഷം നിറഞ്ഞ കുറച്ച് വർഷങ്ങൾ ജീവിച്ച മുറി. വൃത്തിയായി വിരിച്ചിട്ട കിടക്ക, ചെറിയ അലമാരയിൽ പുസ്തകങ്ങൾ. മുൻപ് പലപ്പോഴും നെറ്റിയിൽ നിന്ന് എടുത്തു തൊട്ട പല വർണ്ണങ്ങൾ കൊണ്ടുള്ള പൊട്ടുകൾ വലിയ നിലക്കണ്ണാടിയിൽ അവശേഷിക്കുന്നു. പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ചെറിയ മേശയും കസേരയും പഴയ നിലയിൽ തന്നെ. ജനാലകൾക്കപ്പുറമുള്ള കാഴ്ചകൾ കണ്ണിനും മനസ്സിലും കുളിർമ നൽകി. നെൽപ്പാടം, കുളം, നിറയെ പൂത്തു നിൽക്കുന്ന കൂവളച്ചെടികൾ. അങ്ങനെ നിൽക്കവേ വാതിൽ മൃദുവായൊരു തട്ട് കേട്ടാണ് കതക് തുറന്നത്. മൂത്ത അമ്മാവൻ മരുമകനെ മുറി കാണിക്കാൻ കൊണ്ടുവന്നതാണ്, ഗംഗാധരൻ. ഞാൻ അമ്മാവനെ നോക്കി പുഞ്ചിരിച്ചു. കുട്ടി, നീ കെട്ടിയോനെ വിളിക്കാണ്ട് പോന്നത് മോശമായി പോയി. ആ സ്വരത്തിൽ വാത്സല്യം, കൂട്ടത്തിൽ സാധുഹൃദയം ഇതുമാത്രമാണ്. അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുകയായിരുന്നല്ലോ, അതാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഞാനും സൗമ്യമായി പറഞ്ഞു. എൻ്റെ സ്വരത്തിലെ ശാന്തത വസുവിനെ അമ്പരപ്പിച്ചു. എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അകത്തേക്ക് കയറി. ഞാൻ വാതിൽ ചാരി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്താ കാര്യം? താല്പര്യമില്ലായ്മ നിറഞ്ഞു നിന്നു ആ പ്രതികരണത്തിൽ. ഇത് ഗൗനിക്കാതെ ഞാൻ തുടർന്നു. താഴെ കൂടിയവരുടെ മേനിവാക്കുകൾ വെള്ളം തൊടാതെ വിഴുങ്ങണ്ട. മുകളിലേറ്റും പോലെ തന്നെ അവർ താഴേക്കിടും. പിന്നെ ഇവിടെ ആരോടും നമ്മൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മനസ്സിലാക്കാൻ അവസരം കൊടുക്കരുത്. കാരണം അത് അച്ഛന് സഹിക്കാൻ കഴിയില്ല. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന 2 ആത്മാക്കളാണ് എൻ്റെ മാതാപിതാക്കൾ. അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപേക്ഷയാണ്. എൻ്റെ സ്വരം ഇടറി. വസുദേവ് അങ്ങനെ ചെയ്യുമെന്നോ
ഇല്ലെന്നോ പറഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ടോ അയാൾ അത് അനുസരിക്കുമെന്ന് എനിക്ക് തോന്നി. സാരി മാറ്റി പഴയൊരു ധാവണി ചുറ്റി കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ സീമന്തരേഖയിലെ താലിയും സിന്ദൂരവും ഒരു പുതുമയായി എന്നിൽ അവശേഷിച്ചു. പക്ഷേ കണ്ണാടിയിൽ മറ്റൊരു അത്ഭുതം കൂടിയുണ്ടായിരുന്നു. എന്നെ തന്നെ നോക്കി നിൽക്കുന്ന വസുവിൻ്റെ പ്രതിബിംബം. ആ കണ്ണുകളിൽ ആശ്ചര്യം. ഞാൻ കണ്ടു എന്ന് തോന്നിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അരികിലേക്ക് വന്ന് ഒറ്റച്ചാട്ടം. മാറി നിൽക്കടി അങ്ങോട്ട്. എന്താ ഇതിനു മാത്രം നോക്കാനുള്ളത്? ഞാൻ വേഗം കതകടച്ചു. അതെ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടുത്തെ ചുവരുകൾക്ക് വരെ കാതുണ്ട്. നിങ്ങൾ ഇങ്ങനെ കിടന്നലറിയാൽ അവരെന്താ വിചാരിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദയവ് ചെയ്ത് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കരുത്. അതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ അമ്മ തിരക്കിട്ട പാചകത്തിലായിരുന്നു. ആ തിരക്കിലും അമ്മ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാനും വിരുന്നുകാരിയായി നിൽക്കാതെ ആ തേങ്ങ ചിരകിത്താ വാസുകി. ഇളയ അമ്മായി ചിരിച്ചു. സുമതി അമ്മായി പാവമാണ്, പക്ഷേ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെയാണ്. പിന്നെന്താ അമ്മായി, ഭർത്താവിൻ്റെ വീട്ടിലെ സുഖസൗകര്യത്തിൽ മതിമറന്ന് ഞാൻ തേങ്ങ ചിരകാനൊന്നും മറന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ ഒരു അവസരമല്ല ഇത്. ഞാൻ പൊട്ടിച്ചു വെച്ച തേങ്ങ കയ്യിലെടുത്തുകൊണ്ട് മറുപടി നൽകി. വേണ്ട മോളെ, ഒക്കെ ഞാൻ ചെയ്തോളാം. നീ ചെന്ന് മോനെ ഇവിടെയൊക്കെ ചുറ്റി കാണിക്ക്, അമ്മ വിലക്കി. അതെന്താ വസുധരെ, വല്യേട്ടനും ചെറിയേട്ടനും ഉമ്മറത്തുണ്ട്, പിന്നെ രവിയും സതീഷിനുമുണ്ട്. വസുകി പോയാലേ പറ്റുള്ളൂ. ഓ, കാല് വയ്യാത്ത ചെക്കനല്ലേ, അപ്പോൾ വീണാൽ അമ്മാവന്മാർ കുഴങ്ങിപ്പോകുമെന്ന് കരുതി കാണുമല്ലേ? അമ്മ ഒരു ഞെട്ടലോടെ എന്നെ നോക്കി. ഞാൻ രൂക്ഷമായി അവരെയും. വയ്യാത്ത കാലാണേലും സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ഒരു അഭിമാനമല്ലേ അമ്മായി? അല്ലാണ്ട് ചില ആണുങ്ങളെപ്പോലെ അച്ചി വീട്ടിൽ കടിച്ചു തൂങ്ങി കുടലി വീർപ്പിച്ച് ജീവിച്ചാൽ അതിലെന്താ ഒരു അന്തസ്? അതോടെ നാവടഞ്ഞു. സുമതി അമ്മായി തോരനുണ്ടാക്കാനുള്ള പയർ വേഗം അരിഞ്ഞു തുടങ്ങി. പണിയെടുക്കാത്ത ഭർത്താവിനെയും ജോലിക്ക് പോകാത്തതിനെ പറ്റി ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്ത 30 വയസ്സുകാരൻ മകനെയും മറന്നാണ് തള്ളയുടെ അഭിപ്രായ പ്രകടനം. അമ്മ ദയനീയമായി എന്നെ നോക്കി. ഞാനത് ശ്രദ്ധിക്കാതെ തേങ്ങ ചിരകിക്കൊണ്ടിരുന്നു. വാസുകി, അച്ഛനാണ് വിളിക്കുന്നത്. വലിയമ്മാവൻ, ചെറിയമ്മാവൻ, പിന്നെ ചെറിയ അമ്മാവൻ്റെ മകൻ രവി, വലിയമ്മാവൻ്റെ മകൻ സതീശൻ, പിന്നെ അച്ഛനും വസുദേവും ഉമ്മറത്ത് തന്നെയുണ്ട് എല്ലാവരും. അച്ഛൻ എന്നെ നോക്കി പറഞ്ഞു തുടങ്ങി. വൈകിട്ട് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെക്കണം, പൂജയും വഴിപാടും ഒക്കെയുണ്ട്. ഞാൻ തലയാട്ടി. ചെറിയമ്മാവൻ വസുവിനെ നോക്കി. കേട്ടോ വസുദേവ്, അളിയനെ കൊണ്ട് ഒന്നും പറ്റില്ല, സുഖമില്ലാത്ത ആളല്ലേ. വാസുകിയുടെ കല്യാണമൊക്കെ എൻ്റെയും ഏട്ടൻ്റെയും മേൽനോട്ടത്തിലായിരുന്നു. ഞങ്ങളാണ് വസുവിനെ തിരഞ്ഞെടുത്തത്. കല്യാണം കഴിയും വരെ വാസുകിയെ കാലിൻ്റെ കാര്യമൊന്നും അറിയിക്കണ്ട എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ്, അതൊക്കെ പൊരുത്തപ്പെട്ടോളുമെന്ന്. ഇപ്പോൾ എങ്ങനെയുണ്ട് അളിയ? എൻ്റെ തലയ്ക്കുള്ളിൽ 1000 കടന്നലുകൾ മൂളിപ്പറന്നു. ഞാൻ പേടിയോടെ വസുവിനെ നോക്കി.